അത് തന്നെയാണ് കാര്യം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയാം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നൊരു തെണ്ടിത്തരമായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എമ്പുരാൻ സിനിമയുടെ റിവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സിനിമ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, പക്ഷെ ചില കാര്യങ്ങളിൽ ആ ഒരു സിനിമ നമ്മളെ പലരെയും ഡിസപ്പോയിന്റും ചെയ്യിപ്പിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആക്ച്വലി എമ്പുരാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് ആണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. യെസ്, ഞാൻ ഇന്നലെ തുടരും സിനിമ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റ വാക്കി ഞാൻ പറയാം, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു 2025 കണ്ടിട്ടുള്ള മലയാളം സിനിമകൾ വെച്ച് ഞാൻ പറയുവാണെങ്കിൽ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു തുടരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ OG ലാലേട്ടനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളൊരു കാര്യം കാണണമെങ്കിൽ നിങ്ങൾക്ക് തുടരും സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ തുടരും സിനിമ എന്താ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇത്രേ പറയുള്ളൂ. ദൃശ്യം സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് പലർക്കും അതിനകത്ത് കുറച്ച് ആക്ഷനും കൂടി ചേർക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് തുടരുന്നതിൽ കൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. ആൻഡ് ലാലേട്ടന്റെ പൊട്ടൻഷ്യൽ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഈ ഒരു പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സത്യം പറഞ്ഞാൽ നല്ലൊരു കംബാക്ക് തന്നെയാണ്. കാരണം എമ്പുരാൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറെ പേർക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക മിക്സ്ഡ് ഒപ്പീനിയൻ വന്ന സമയത്താണെങ്കിൽ തന്നെയും അതിൽ നിന്ന് ഇങ്ങനൊരു പടം, അതായത് ഒരു അണ്ടർഡോഗ് ആയിട്ടുള്ളൊരു പടം കൊണ്ടുവന്നിട്ട് ഈ ഒരു മാസ് ലെവൽ എൻട്രി ഉണ്ടാക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ട്രെയിലർ പോലും കാണാതെയായിരുന്നു ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് മറ്റൊരു കാര്യം എടുത്ത് പറയണം, പടം കണ്ടിട്ടാണ് ഞാൻ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ട്രെയിലറിൽ കാണിക്കുന്ന സാധനത്തിനകത്ത് ഒരു ബന്ധവും ഇല്ല നമുക്ക് ആക്ച്വലി സിനിമ നോക്കുമ്പോൾ. കാരണം ട്രെയിലറിൽ നമുക്ക് ആ കൂടി ഇത്രയും കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ലാലേട്ടൻ്റെ ക്യാരക്ടറിന്റെ പേര് ബെൻസ് എന്നാണ്. പുള്ളിക്കാരൻ ഒരു വണ്ടി ഭ്രാന്തനാണ്. ആ ഒരു മാർക്കോൺ അംബാസിഡർ പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ ലാലേട്ടൻ്റെയും ശോഭനയുടെയും ആ ഒരു എന്താ പറയുക നസ്റ്റാൾജിക് കോംബോയും നമുക്ക് ഈ ഒരു പടത്തിൽ പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഡയറക്ടർ നമുക്ക് ആക്ച്വലി ട്രെയിലറിൽ കാണിച്ചു തന്നിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ള മൊത്തം സാധനങ്ങൾ നിങ്ങൾ പടം കാണണം. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ത്രില്ലർ സിനിമയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ പ്രകാശ് വർമ്മയുടെ ആ ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടർ തന്നെയാണ്. കാരണം ഞാൻ ഇത്രയേ പറയുള്ളൂ, ഞാൻ കുറച്ച് ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കുറേ കാലമായിട്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ നല്ലൊരു റോളിന് വേണ്ടി തന്നെ പുള്ളിക്കാരൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. പക്ഷെ പുള്ളിക്കാരൻ ആ ഒരു സ്പോട്ട് ലൈറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഈ സിനിമ, ഈ ഒറ്റൊരു സിനിമ കൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ കരിയർ തന്നെ മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ സിനിമ എന്ന് കൂടി എനിക്ക് തോന്നുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ലാലേട്ടൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നമുക്കിനകത്ത് ത്രൂഔട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പുള്ളി മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരും ബാക്കിയുള്ള കാസ്റ്റും സപ്പോർട്ടിങ് കാസ്റ്റും എല്ലാവരും സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യക്തി ഇത്രയും കാലം സിനിമയിൽ കയറണമെന്ന് വിചാരിച്ച് നടന്നിട്ട് പുള്ളിക്കാരൻ്റെ ഡെബ്യൂ തന്നെ ഇത്രയും പൊളിച്ചടുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് വേറൊരു ലെവൽ തന്നെയാണ്. പുള്ളിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രേ പറയുള്ളൂ. ഈ ഒരു പടം എൻ്റെയാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് പുള്ളിയുടെ. അത് ഈ സിനിമ OTT റിലീസ് ആയി കഴിയുമ്പോഴത്തേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര മാസമായിട്ടുള്ളൊരു ഡയലോഗാണ് പുള്ളിക്കാരൻ ഇതിനകത്ത് പറയണേ എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെ. സോ ഓവറോൾ ഞാൻ ഇത്രയും പറയുള്ളൂ. എമ്പുരാനിൽ നിന്ന് നിങ്ങൾ കണ്ട് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയി നിങ്ങളൊരു ലാലേട്ടൻ ഫാനാണ്, നിങ്ങൾ ഭയങ്കര രീതിയിൽ തന്നെ നിരാശയാക്കിയത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കംബാക്ക് ആണ് ലാലേട്ടൻ്റെ തുടരും സിനിമയിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഒറ്റൊരു സിനിമ കൊണ്ട് തന്നെ പുള്ളിക്കാരൻ നമ്മളെ കാഴ്ചവെച്ച് തന്നിട്ടുണ്ട്. ഇത്രയും അധികം രാജ്യങ്ങൾ പോയി എന്താ പറയുക നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരെ ട്രാവൽ ചെയ്യുന്ന പോലെ ഒന്നും ട്രാവൽ ചെയ്യണ്ട. ഇതേപോലത്തെ ഒരു പടം മതി നമ്മുടെ ലാലേട്ടൻ്റെ ലെവൽ കാണിച്ചു തരാൻ വേണ്ടി തന്നെ. അത് ഈ ഒരു പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. സോ ഞാൻ ഇത്രയും പറയുള്ളൂ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും തുടരും സിനിമ പോയി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും. ഒരു ഫാമിലി എൻ്റർടൈനർ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ത്രില്ലറുമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദൃശ്യം പ്ലസ് പുലിമുരുകനാണ് ഈ ഒരു സിനിമ എന്നാണ് എനിക്ക് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഹാഫ് അവിടെ ഇവിടെയൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് കുറച്ചൊരു സ്ക്രിപ്റ്റിനകത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവർക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ഓവറോൾ ഒരു കിഡിലൻ പടം തന്നെയാണ് തുടരും. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ ഞാൻ ഇത്രയും പറയുള്ളൂ, ലാലേട്ടൻ ഇനിയും തുടരും, തുടർന്നിരിക്കും. അപ്പം ശരി ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.